ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Galaxy made of ABS material. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ഒരു കാലത്ത് സമൂഹത്തിന്റെ നേർക്കാഴ്ചകൾ നിഴലിലൂടെ കോറിയിട്ട കലാരൂപമായിരുന്നു പാവനാടകം. എന്നാൽ ന്യൂ ജനറേഷൻ കാലഘട്ടം കമ്പ്യൂട്ടറിലും മൊബൈൽ ഫോണിലും ഒതുങ്ങിയപ്പോൾ പല കലാരൂപങ്ങളും കാലത്തിന്റെ യവനികയ്ക്കുള്ളിൽ മറഞ്ഞു. സമൂഹ നന്മയ്ക്കായി നിഴലിലൂടെ യാഥാർത്ഥ്യം വിളിച്ചെത്തുന്ന പാവനാടകത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനായി ഒരു പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുകയാണ്. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. കണ്ണാടിക്കലിൽ വാഹന പരിശോധനയ്ക്കിടെ മോഷ്ടാക്കൾ പിടിയിലായത് നിരവധി മോഷണ കേസുകളിൽ പ്രതികൾ. അക്ഷയ കേന്ദ്രങ്ങളുടെ നിലനിൽപ്പിനായി അക്ഷയ പ്രവർത്തകരുടെ കളക്ടറേറ്റ് ധർണ. ലോക പാവനാടക ദിനാഘോഷത്തിന്റെ മുന്നോടിയായി നൂൽപ്പാവകളുടെ പ്രദർശനത്തിന് ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ തുടക്കം. വാർത്തകൾ വിശദമായി. കണ്ണാടിക്കലിൽ പോലീസിന്റെ വാഹന പരിശോധനയ്ക്കിടെ മോഷ്ടാക്കൾ പിടിയിൽ. മോഷണ വസ്തുക്കൾ വിൽപ്പന നടത്താനുള്ള ശ്രമത്തിനിടെയാണ് ടി.കെ. റഫീഖ് എന്ന ഷിഹാബും രാജേഷ് കയ്യാർ എന്നയാളും പോലീസ് പിടിയിലായത്. മറ്റൊരു കേസിൽ റിമാൻഡിലായ ഇവർ ഒരു മാസം മുൻപാണ് പുറത്തിറങ്ങിയത്. ടി.കെ. റഫീഖ് എന്ന ഷിഹാബ്, രാജേഷ് കയ്യാർ എന്നിവരാണ് പോലീസ് പിടിയിലായത്. കണ്ണാടിക്കലിൽ പോലീസിന്റെ വാഹന പരിശോധനയ്ക്കിടെയാണ് സംശയാസ്പദമായ രീതിയിൽ ഇവരെ കണ്ടത്. മോഷ്ടിച്ച വാഹനവുമായി മോഷണത്തിന് ശ്രമിക്കവെയാണ് പ്രതികൾ പോലീസ് പിടിയിലായത്. തുടർന്ന് പോലീസുകാർ നടത്തിയ പരിശോധനയിൽ 2 ലാപ്ടോപ്പുകൾ, 10 സെൽഫോണുകൾ, ഒരു ക്യാമറ എന്നിവ പിടിച്ചെടുത്തു. ഒരു മാസം മുൻപാണ് മറ്റൊരു കേസിൽ റിമാൻഡിലായ പ്രതികൾ പുറത്തിറങ്ങിയത്. രാത്രിയിൽ മോഷണം നടത്തുന്ന ഇവർ പക്ഷേ മോഷണം നടത്തേണ്ട സ്ഥലവും വീടുകളും മുൻകൂട്ടി തീരുമാനിക്കാറില്ല. 4 കേസുകളാണ് ഇരുവർക്കുമെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷൻ, മൊഫ്യൂസിൽ ബസ് സ്റ്റാൻഡ് എന്നിവ കേന്ദ്രീകരിച്ചും ഇവർ മോഷണം നടത്താറുണ്ടെന്ന് പോലീസുകാർ പറഞ്ഞു. സംഘത്തിലുള്ള പൊന്നു എന്ന മൂന്നാമനെ കൂടി പിടികിട്ടാനുണ്ട്. പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. ചേവായൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ ബി.കെ. സിജു, അഡീഷണൽ എസ്.ഐ. ഡി. പ്രസാദ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ബാബു, സിവിൽ പോലീസ് ഓഫീസർമാരായ മുഹമ്മദ് ഷാഫി, മനോജ്, രൺധീർ എന്നിവരടങ്ങിയ സംഘമാണ് മോഷ്ടാക്കളെ പിടികൂടിയത്. മലപ്പുറം ഡിപ്പോയിൽ നിന്നും ആനവണ്ടി ഊട്ടിയിലേക്ക് ചുരം കയറാൻ തുടങ്ങിയിട്ട് 30 വർഷം പൂർത്തിയായി. കോടമഞ്ഞ് വകഞ്ഞുമാറ്റി ചുരങ്ങളുടെ നിശബ്ദതയെ തെല്ലൊന്നിളക്കി കടന്നുപോകുന്ന ഊട്ടി ബസ്സിലെ യാത്ര ഏറെ സുഖപ്രദമാണ്. കോഴിക്കോട്ട് നിന്നും തുടങ്ങി മഞ്ചേരി വഴി ഊട്ടിയിലേക്ക് 1968 തുടങ്ങിയ സർവീസ് 1984 മലപ്പുറത്തേക്ക് മാറ്റുകയായിരുന്നു. അന്നു മുതൽ ഡിപ്പോ ഉണരുന്നത് ഊട്ടി ബസിന്റെ ശബ്ദം കേട്ടാണ്. ആദ്യ ബസ് പുലർച്ചെ 4-നാണ്. ഈ ട്രിപ്പ് ഗൂഡല്ലൂർ വരെ മാത്രം. 76 രൂപയാണ് ചാർജ്. 10 മിനിറ്റിന് ശേഷം മലപ്പുറത്തേക്ക് തിരിക്കും. 11 മണിക്കാണ് ഊട്ടി യാത്രയുടെ തുടക്കം. ഊട്ടിയിലെ നണുത്ത സായാഹ്നത്തിൽ ചെന്നിറങ്ങാം. വൈകിട്ട് 4-ന് ഊട്ടിയിലെത്തും. 141 കിലോമീറ്റർ യാത്രയ്ക്ക് ചാർജ് 118 രൂപ. വൈകിട്ട് 4:40-ന് ഊട്ടിയിൽ നിന്നും തിരികെ പോരുന്ന ബസ് രാത്രി 10 മണിയോടെ മലപ്പുറത്തെത്തുകയും ചെയ്യും. ഫാസ്റ്റ് പാസഞ്ചറായി തുടങ്ങിയ സർവീസ് ഇപ്പോൾ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ്. അതേസമയം ഈ യാത്രക്കിടയിൽ ഒരിക്കൽ പോലും ബസ് അപകടത്തിൽപ്പെട്ടിട്ടില്ല എന്നത് വിചിത്രം തന്നെ. അതേസമയം മറ്റേതൊക്കെയോ ബസ്സുകൾ വരുത്തിയ അപകടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാൻ KSRTC മടി കാണിച്ചപ്പോഴെല്ലാം കോടതി പിടിച്ചെടുത്ത ഈ ബസ്സിന് ജപ്തി ബസ് എന്നൊരു പേരുകൂടി വീണു. 30 വർഷത്തെ സർവീസിനിടെ 25 തവണയാണ് ഈ ബസ് കോടതി കയറിയത്. അവധിക്കാലവും ഊട്ടി പുഷ്പമേളയും വരുന്നതോടെ ബസ്സിൽ ഇനിയും തിരക്കേറും. നാടുകാണിയിൽ നിന്ന് ബത്തേരിക്കും കൽപ്പറ്റയ്ക്കും എളുപ്പമുള്ളതിനാൽ യാത്രക്കാർക്കും ഊട്ടി ബസ് ഏറെ പ്രിയങ്കരം തന്നെയാണ്. ഏതായാലും ഊട്ടി യാത്രയ്ക്ക് കിടിലൻ ബസ് ഈ മാസം 15-ന് എത്തുന്നതോടെ പഴയ പ്രതാപം അയവിറക്കി
നിലവിലത്തെ ബസ് മറ്റു ട്രിപ്പുകൾക്കായി വഴിമാറും. നിഖിലീശ്വർ, മലപ്പുറം. അക്ഷയ കേന്ദ്രങ്ങളുടെ നിലനിൽപ്പിനായി അക്ഷയ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. കോഴിക്കോട് കളക്ടറേറ്റ് പരിസരത്ത് നടന്ന ധർണ CITU ജില്ലാ സെക്രട്ടറി ടി ദാസൻ ഉദ്ഘാടനം ചെയ്തു. അക്ഷയ കേന്ദ്രങ്ങൾക്ക് പൊതുജനോപകാരപ്രദമായിരുന്ന സബ് സെന്റർ നിർത്തലാക്കിയത് പുനഃസ്ഥാപിക്കുക, വിവിധ ഇനങ്ങളിൽ ലഭിക്കാനുള്ള വേതനം ഉടൻ നൽകുക, കാലഹരണപ്പെട്ട കൂലിപ്പട്ടിക പുതുക്കുക, മാന്യമായ വേതനം ഉറപ്പുവരുത്തുക, ഈ ഡിസ്ട്രിക്ട് പദ്ധതി കാര്യക്ഷമമാക്കുക, ഓൺലൈൻ സർട്ടിഫിക്കറ്റ് വേഗത്തിൽ നൽകാൻ നടപടിയെടുക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അക്ഷയ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ധർണ നടത്തിയത്. കോഴിക്കോട് കളക്ടറേറ്റ് പരിസരത്ത് നടന്ന ധർണ CITU ജില്ലാ സെക്രട്ടറി ടി ദാസൻ ഉദ്ഘാടനം ചെയ്തു. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇന്ത്യയിൽ നടപ്പിലാക്കി വരുന്ന ഈ തെറ്റായ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായി ഉള്ള തൊഴിലും ഇല്ലാതായി തീരുന്ന സ്ഥിതിവിശേഷമാണുള്ളത്. എല്ലാ മേഖലയിലും കാണിക്കുന്ന തൊഴിലാളിദ്രോഹ നയങ്ങൾ ഈ മേഖലയിലും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ പ്രത്യക്ഷമായ തെളിവാണ് അക്ഷയ കേന്ദ്രങ്ങളിൽ നേരത്തെ പണിയെടുത്തുകൊണ്ടിരുന്ന തൊഴിലാളികൾക്ക് അവർക്ക് ജീവിക്കാനുള്ള ഉപാധി ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ട ഉദ്യോഗസ്ഥന്മാരുണ്ട്. AITE കോഴിക്കോട് ജില്ലാ സെക്രട്ടറി KP ഷാജി അധ്യക്ഷത വഹിച്ചു. NP സജിത്ത്, AITE സംസ്ഥാന സെക്രട്ടറി AD ജയൻ, KK ദീപക്, TP പ്രദീപ്, റോഷൻ ബാബു എരഞ്ഞിക്കൽ, റസിയ ബി എന്നിവർ ധർണയ്ക്ക് നേതൃത്വം നൽകി. ജീവൻ തുടിക്കുന്ന പാവകളുമായി നൂൽപാവകളുടെ പ്രദർശനം കോഴിക്കോട് ലളിതകല അക്കാദമി ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു. മാർച്ച് 31 നടക്കുന്ന പാവ നാടക ദിനാഘോഷത്തിന്റെ ഭാഗമായാണ് സമന്വയ പാവ നാടക സംഘത്തിന്റെ നേതൃത്വത്തിൽ പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത്. സർക്കസ് കൂടാരത്തിലെ അത്ഭുത കാഴ്ചകൾ നൂലിലൂടെ കോർത്തെടുത്ത് പാവകളുടെ രൂപത്തിൽ കൺമുന്നിലെത്തിച്ചപ്പോൾ ആസ്വാദകർക്കതൊരു വേറിട്ട അനുഭവമായിരുന്നു. ലോക പാവനാടക ദിനാഘോഷത്തോടനുബന്ധിച്ച് മാർച്ച് 17 മുതൽ 21 വരെയായി കോഴിക്കോട് ലളിതകല അക്കാദമി ആർട്ട് ഗാലറിയിൽ നടക്കുന്ന നൂൽപാവകളുടെ പ്രദർശനമാണ് കാണികളുടെ ശ്രദ്ധയാകർഷിക്കുന്നത്. 20 വർഷത്തോളമായി പാവനിർമ്മാണ മേഖലയിൽ സജീവ സാന്നിധ്യമായ കോഴിക്കോട് സ്വദേശി TP കുഞ്ഞിരാമനാണ് പ്രദർശനം ഒരുക്കിയത്. 27 വ്യത്യസ്ത തരത്തിലുള്ള പാവകളാണ് പ്രദർശനത്തിലുള്ളത്. ഇതിൽ വൈക്കം മുഹമ്മദ് ബഷീർ, മഹാത്മാഗാന്ധി, ഉണ്ണിയാർച്ച, കുട്ടിമാണി, തെയ്യ കലാരൂപം, ആടയാഭരണങ്ങൾ അണിഞ്ഞ നർത്തകിമാർ എന്നിവയ്ക്കെല്ലാം ജീവന്റെ തുടിപ്പുകൾ കാണാം. അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഈ കലാരൂപത്തെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള പരിശ്രമത്തിന്റെ ഭാഗമായാണ് ഈ പ്രദർശനം സംഘടിപ്പിച്ചതെന്ന് TP കുഞ്ഞിരാമൻ പറഞ്ഞു. പാവകളി എന്ന ആർട്ട് ഫോം നല്ലൊരു പഠന മാധ്യമമാണ്. ഈ പഠന മാധ്യമം ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ പല കാര്യങ്ങളും ജനങ്ങളിലും വിദ്യാർത്ഥികളിലെല്ലാം എത്തിക്കാൻ സാധിക്കും. പക്ഷേ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ സംശയത്തിലാണ് അക്കാദമികൾ ഇത് ഏത് അക്കാദമിയിൽ ഉൾപ്പെടുത്തണം എന്നുള്ളത് അവർക്ക് തന്നെ മനസ്സിലാകാത്തൊരു സ്ഥിതിയാണ് കാണുന്നത്. വേളം ഹയർ സെക്കൻഡറി സ്കൂളിലെ ചിത്രകലാ അധ്യാപകനായിരുന്നു TP. അധ്യാപനത്തിൽ നിന്നും വിരമിച്ച ശേഷം പാവനാടക നിർമ്മാണത്തിൽ സജീവമാകുകയായിരുന്നു ഇദ്ദേഹം. ഈ കലാരൂപം ഉത്തരേന്ത്യയിൽ ഫോക്ലർ വിഭാഗത്തിൽ പെടുന്നതിനാൽ സർക്കാരിന്റെ പല ആനുകൂല്യങ്ങളും ലഭ്യമാണ്. എന്നാൽ കേരളത്തിൽ ഫോക്ലർ വിഭാഗത്തിലാണോ സംഗീത നാടക വിഭാഗത്തിലാണോ പെടുത്തേണ്ടതെന്ന് അധികൃതർക്ക് ഇപ്പോഴും അറിയില്ലെന്നും TP കുഞ്ഞിരാമൻ കുറ്റപ്പെടുത്തുന്നു. അതിനാൽ സർക്കാരിന്റെ യാതൊരുവിധ ആനുകൂല്യങ്ങളും ലഭ്യമാകുന്നുമില്ല. തുണി, കടലാസ്, തെർമോക്കോൾ എന്നിവയാണ് പാവനിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നത്. ശുചിത്വ പരിപാടി, തൊഴിലുറപ്പ് പദ്ധതി, പൾസ് പോളിയോ ദിനം എന്നീ പരിപാടികൾക്കായി പാവനാടകത്തെ സംഘാടകർ ആശ്രയിക്കുന്നുണ്ട്. എന്നാൽ സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലേക്കും പാവനാടകം എത്തിക്കുവാനുള്ള കഠിന പരിശ്രമത്തിലാണ് TP കുഞ്ഞിരാമൻ. കൊയിലാണ്ടി നഗരസഭയിൽ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ സജീവമായി. ഗ്രാമപഞ്ചായത്തിൽ വിജയം കണ്ടതോടെയാണ് മുനിസിപ്പാലിറ്റിയിലും പദ്ധതി നടപ്പിലാക്കിയത്. നഗരസഭയുടെ മുഖച്ഛായ മാറുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് തൊഴിലാളികൾ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നത്. കൊയിലാണ്ടി നഗരസഭയിലെ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ സജീവമായതോടെ നഗരസഭയിലെ വിവിധ പ്രദേശങ്ങളിൽ വൻ വികസന മാറ്റമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മുമ്പ് ഗ്രാമപഞ്ചായത്തുകളിൽ മാത്രം പരീക്ഷിച്ച പദ്ധതി വിജയം കണ്ടതോടെയാണ് അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി എന്ന പേരിൽ മുനിസിപ്പാലിറ്റിയിലും പദ്ധതി നടപ്പിലാക്കി തുടങ്ങിയത്. വിവിധ വാർഡുകൾ കേന്ദ്രീകരിച്ച് പദ്ധതി പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. ചളിയും പുല്ലും പാലും നിറഞ്ഞ് നാശത്തിലേക്ക് നീങ്ങുകയായിരുന്ന വെള്ളിലോട്ട് തോട്, കൂമൻ തോട് എന്നിവ നവീകരിച്ചത് തൊഴിലുറപ്പ് പദ്ധതിയുടെ എടുത്തുപറയത്തക്ക നേട്ടം തന്നെയാണ്. തോട്ടിലൂടെയുള്ള ഒഴുക്ക് നഷ്ടപ്പെട്ടതിനെ തുടർന്ന് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി സമീപത്തുള്ള കിണറുകളിലെ വെള്ളം മലിനപ്പെടുകയും പ്രദേശം ദുർഗന്ധപൂരിതമാകുകയും ചെയ്യുന്ന അവസ്ഥയിൽ നിന്നാണ് തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾ നവീകരണ പ്രവൃത്തി ഏറ്റെടുത്ത് ശുചീകരണം തുടങ്ങിയത്.
ഈ പ്രവൃത്തി വഴി കാർഷിക രംഗത്ത് വൻ മുന്നേറ്റം സൃഷ്ടിക്കാൻ ഇതുപകരിക്കുമെന്ന് കർഷകരും പറയുന്നു. നഗരസഭയിലെ 11ാം വാർഡിൽ വെള്ളിലോത്തു താഴെ 1500 മീറ്റർ നീളത്തിലാണ് ഇപ്പോൾ ശുചീകരണം നടക്കുന്നത്. 55ഓളം തൊഴിലാളികളാണ് ഈ പ്രവൃത്തിയിൽ പങ്കാളികളാവുന്നത്. 19 ദിവസം കൊണ്ട് പ്രവൃത്തി പൂർത്തീകരിക്കുന്ന തരത്തിലാണ് തൊഴിലാളികൾക്ക് ഇവിടെ തൊഴിൽ നൽകിയിരിക്കുന്നത്. വെള്ളിലോത്ത് മുതൽ കൂമന്തോട് വരെയുള്ള റോഡിന്റെ നവീകരണം ഇതിനു തുടർച്ചയായി നടന്നുവരികയാണ്. 500 മീറ്റർ നീളത്തിൽ നടക്കുന്ന പ്രവൃത്തിയിൽ 55 തൊഴിലാളികളാണ് പങ്കെടുക്കുന്നത്. ജനങ്ങളിൽ നിന്നും നല്ല സഹകരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് തൊഴിലാളികൾ പറയുന്നു. വർഷങ്ങളായി തോട് ഉപയോഗശൂന്യമായതിനാലാണ് തൊഴിലാളികൾ ശുചീകരണം ആരംഭിച്ചത്. എങ്കിലും തൊഴിലാളികൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി നൽകാൻ നഗരസഭ കൂടുതൽ ശ്രദ്ധ കാണിക്കണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നു. രാവിലെ 9 മണി മുതൽ 5 മണി വരെയാണ് ഇവരുടെ പ്രവൃത്തി സമയം. ഉച്ചസമയത്തെ കഠിനമായ വേനൽ ചൂട് സഹിക്കാവുന്നതിലപ്പുറമാണെന്നും ഇവർ പറയുന്നു. ചൂട് കനത്തതോടെ ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ ഗ്ലൗസ്, ഷൂവ് എന്നിവ നൽകണമെന്നും സമയം പരിമിതപ്പെടുത്തണമെന്നും തൊഴിലാളികൾ ആവശ്യപ്പെട്ടു. വാർത്തകളിൽ ഇടവേള. ഇടവേളയ്ക്ക് ശേഷം തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി സജീഷ് കുമാർ തറയിൽ ചേരുന്നു. Galaxy made of ABS material. ചേച്ചി റെഡി? എങ്ങനെ, നന്നായിട്ടുണ്ടോ? ജ്വല്ലറി ഒന്നും ഇടുന്നില്ലേ? ജ്വല്ലറി കൂളറി എനിക്ക് വേണ്ട. എല്ലാ ഫ്രണ്ട്സും കളിയാക്കില്ലേ. ഓൾസോ ഓൾ ദിസ് ഇസ് നോട്ട് കൂൾ എനിമോർ. കൂൾ അല്ല പോലും. നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാട്ടോ. ചേച്ചി ഹായ്. 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 ഇപ്പൊ എന്തു പറയുന്നു നിന്റെ ഫ്രണ്ട്സ്? ഇപ്പൊ പുതിയൊരു പ്രോബ്ലം തുടങ്ങി. Mind Diamonds from Malabar Golden Diamonds. Galaxy made of ABS material. വാർത്തകൾ തുടരുന്നു. തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക്. ബി.ജെ.പി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് കോഴിക്കോട് പാവമണി റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. ബി.ജെ.പി. മുതിർന്ന നേതാവ് അഹല്യ ശങ്കർ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഭാരതീയ ജനതാ പാർട്ടി കോഴിക്കോട് ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പാവമണി റോഡ് വത്യാട് ആർക്കടിയിൽ പ്രവർത്തനം ആരംഭിച്ചു. മുതിർന്ന നേതാവ് അഹല്യ ശങ്കർ ഉദ്ഘാടനം ചെയ്തു. ബുധനാഴ്ച 2 മണിക്കാണ് ജില്ലാ വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ മുൻപാകെ ബി.ജെ.പി. സ്ഥാനാർത്ഥി CK പത്മനാഭൻ പത്രിക സമർപ്പിക്കുക. തീർച്ചയായും അതിന്റെ ഒരു പ്രഭാവം നരേന്ദ്രമോദിക്ക് അനുകൂലമായി ജനങ്ങൾക്കിടയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു അനുഭാവം, അതിന്റെ ഒരു പ്രഭാവം നമ്മുടെ കോഴിക്കോട് പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് P. രഘുനാഥ്, സ്ഥാനാർത്ഥി CK പത്മനാഭൻ, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ വിശ്വനാഥ് പണിക്കർ, ബി.ജെ.പി. ജില്ലാ വൈസ് പ്രസിഡന്റ് MC ശശീന്ദ്രൻ, T. ബാലസോമൻ, ഗിരീഷ് തേവള്ളി, ഷിബു ജോർജ്, TV. ജയചന്ദ്രൻ മാസ്റ്റർ, A. ജനാർദ്ദനൻ, KT. ബിബിൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. RMP സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് P. കുമാരൻകുട്ടിയും ഗോതയിലിറങ്ങിയതോടെ വടകരയിൽ തെരഞ്ഞെടുപ്പ് രംഗം സജീവമായി. TP ചന്ദ്രശേഖരന്റെ വസതിയിൽ നിന്നായിരുന്നു കുമാരൻകുട്ടി പ്രചരണങ്ങൾക്ക് തുടക്കം കുറിച്ചത്. RMP സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് P. കുമാരൻകുട്ടി വടകരയിൽ തെരഞ്ഞെടുപ്പ് രംഗത്തിറങ്ങി. നെല്ലാച്ചേരിയിലെ TP ചന്ദ്രശേഖരന്റെ വസതിയിൽ നിന്നായിരുന്നു കുമാരൻകുട്ടി പ്രചരണങ്ങൾക്ക് തുടക്കം കുറിച്ചത്. TPയുടെ മാതാവ് പത്മ ടീച്ചർ അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. TPയുടെ മകൻ അഭിനന്ദ് വിജയാശംസകൾ നേർന്നു. TPയുടെ വീടിന് സമീപത്തെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ സ്ഥാനാർത്ഥി പ്രവർത്തകർക്കൊപ്പം ഒഞ്ചിയം രക്തസാക്ഷി മണ്ടോടി കണ്ണന്റെ വീട്ടിലേക്കാണ് ആദ്യം പോയത്. തുടർന്ന് ഒഞ്ചിയം വെടിവെപ്പിൽ വെടിയേറ്റ ജീവിക്കുന്ന രക്തസാക്ഷി പുറവിൽ കണ്ണന്റെ വീട്ടിലും ഒഞ്ചിയം രക്തസാക്ഷികളായ മനക്കിൽ താഴ ഗോവിന്ദൻ, പടിഞ്ഞാറ്റോടി കണ്ണൻ, അന്തരിച്ച മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് TC കുഞ്ഞിരാമൻ മാസ്റ്റർ എന്നിവരുടെ വീടുകളും സന്ദർശിച്ചു. TP കേസിലെ 1ാം സാക്ഷിയായിരിക്കെ അന്തരിച്ച വള്ളിക്കാട്ടെ രാമചന്ദ്രന്റെ വീടും സന്ദർശിച്ചു. ഒഞ്ചിയം രക്തസാക്ഷികൾ, പഴയകാല പ്രവർത്തകർ എന്നിവരുടെ വീടുകൾ കേന്ദ്രീകരിച്ച് നടന്ന പ്രചരണത്തിന് RMP സംസ്ഥാന സെക്രട്ടറി N. വേണു, ഒഞ്ചിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ജയരാജൻ, NP. ഭാസ്കരൻ മാസ്റ്റർ, E. രാധാകൃഷ്ണൻ, CM. രജി, വിമല ടീച്ചർ, P. അജയൻ എന്നിവരും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. വരും ദിവസങ്ങളിൽ പൊതുസ്ഥലങ്ങളിലും കടകളും കേന്ദ്രീകരിച്ചായിരിക്കും പ്രചരണം. തുടർന്ന് പൊതുപര്യടനവും നടക്കും. ദേശീയപാത വിഷയത്തിൽ ഇടതു വലതു മുന്നണികൾ ഇരകളോട് കാണിച്ച വഞ്ചനാപരമായ നിലപാടിൽ പ്രതിഷേധിച്ച് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിക്കാൻ ദേശീയപാത ആക്ഷൻ കൗൺസിൽ തീരുമാനിച്ചു. കൗൺസിൽ ഭാരവാഹി അഭിലേഷ് തേഞ്ഞിപ്പാലമാണ് സ്ഥാനാർത്ഥി.
ദേശീയപാത വിഷയത്തിൽ ഇടതുവലത് സർക്കാരുകൾ ഇരകളോട് കാണിച്ച വഞ്ചനാപരമായ നടപടിയിൽ പ്രതിഷേധിച്ചാണ് ദേശീയപാത ആക്ഷൻ കൗൺസിൽ ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ തീരുമാനമെടുത്തത്. കേരളത്തിലെ ഇരു മുന്നണികളും ദേശീയപാത ഇരകളോട് കാണിച്ച വഞ്ചനാത്മകമായ നിലപാടിന് ഒരു തിരിച്ചടി കൊടുക്കണം എന്ന ഉറച്ച വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ മത്സരരംഗത്ത് ഇറങ്ങിയിരിക്കുന്നത്. പ്രവാസി മലയാളി കൗൺസിൽ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന പാണമ്പ്ര സ്വദേശി അബുലൈസ് ദേശീയപാത ആക്ഷൻ കൗൺസിലിന്റെ സജീവ പ്രവർത്തകനാണ്. തനിക്ക് ഉറച്ച വിജയപ്രതീക്ഷയുണ്ടെന്ന് അബുലൈസ് തേഞ്ഞിപ്പലം പറഞ്ഞു. അങ്ങനെ ഒരു രാഷ്ട്രീയ മണ്ഡലം കേരളത്തിൽ രൂപപ്പെടുകയും അതിലേക്ക് സത്യസന്ധരായ നേതാക്കന്മാർ ഉയർന്നു വരികയും കേരളത്തിന്റെ മലീമസമായ രാഷ്ട്രീയ രംഗത്ത് വളരെ പ്രബുദ്ധമായ രീതിയിലുള്ളൊരു മാറ്റം, ഒരു ശുദ്ധീകരണത്തിന് അത് വഴിതെളിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. 25,000-ലധികം വരുന്ന ഇരകൾക്ക് പുറമെ വെൽഫെയർ പാർട്ടി, RMP, SUCI തുടങ്ങിയവരും ദേശീയപാത ആക്ഷൻ കൗൺസിലിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഇടത് വലത് സർക്കാരുകളുടെ ദുർഭരണത്തിനെതിരെ ബദൽ രാഷ്ട്രീയം ഉയർന്നു വരണമെന്ന ആഗ്രഹത്തോടെ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് ആക്ഷൻ കൗൺസിൽ പ്രവർത്തകർ. കോൺഗ്രസ്, BJP ഇതര വിശാല മതേതര ജനാധിപത്യ മുന്നണി കേരളത്തിൽ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്ക് ജനതാദൾ യുണൈറ്റഡ് നേതൃത്വം നൽകുമെന്ന് ജനതാദൾ യു സംസ്ഥാന ഭാരവാഹികൾ കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ജനതാദൾ യു കേരളത്തിൽ 8 ലോക്സഭാ മണ്ഡലത്തിലെ സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിക്കുമെന്നും അവർ പറഞ്ഞു. ശരിയായ ദിശയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചേരിയെ കൂട്ടിയോജിപ്പിക്കുന്നതിൽ CPIM വിജയിച്ചിട്ടില്ല. ജനതാദൾ യു ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് അനുകൂല നിലപാടാണ് തുടരുകയെന്നും ജനതാദൾ യുണൈറ്റഡ് സംസ്ഥാന ഭാരവാഹികൾ കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ ന്യൂനപക്ഷങ്ങളെ ആട്ടിയോടിച്ചതുകൊണ്ടോ എതിർത്തതുകൊണ്ടോ പ്രയോജനമില്ല. മറിച്ച് അവരുടെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യുന്ന ഒരു പുതിയ ജനാധിപത്യ, ഇടതുപക്ഷ ജനാധിപത്യ മതേതര മുന്നണി നമ്മുടെ രാജ്യത്ത് വളർന്നു വരേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ മാർക്സിസ്റ്റ് പാർട്ടി, CPM നേതൃത്വം വരും കാലങ്ങളിൽ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അവരുണ്ടാക്കിയ ഊതിക്കാച്ചിയ പൊന്നല്ല എന്ന് തെളിഞ്ഞ സാഹചര്യത്തിൽ പുതിയ രാഷ്ട്രീയ നിലപാടുകൾ, നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിനുള്ള ഒരു മുന്നണിയായി ഈ മുന്നണികൾ മാറണം എന്നാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. ജനതാദൾ യുണൈറ്റഡ് കേരളത്തിൽ 8 ലോക്സഭാ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മറ്റു മണ്ഡലങ്ങളിൽ ജനാധിപത്യ മതേതര സ്ഥാനാർത്ഥികൾക്ക് പിന്തുണയും നൽകും. കണ്ണൂരിൽ AK സതീഷ് ചന്ദ്രൻ, തൃശൂരിൽ ഹാജി മൊയ്തീൻ ഷാ, പൊന്നാനിയിൽ മഹസറുദ്ദീൻ, എറണാകുളത്ത് ജഗദീഷ് ചന്ദ്രൻ, കോട്ടയം അജീന്ദ്രകുമാർ R, ആറ്റിങ്ങൽ അഡ്വക്കേറ്റ് സിറിൻ പണിക്കർ MR, തിരുവനന്തപുരത്ത് അഡ്വക്കേറ്റ് ഗംഗാധരൻ നായർ PK, വയനാട്ടിൽ എബ്രഹാം ബെൻഹർ എന്നിവരാണ് ജനതാദൾ യുണൈറ്റഡിന്റെ സ്ഥാനാർത്ഥികൾ. കോൺഗ്രസ്, BJP ഇതര വിശാല മതേതര ജനാധിപത്യ മുന്നണി കേരളത്തിൽ ശക്തിപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾക്ക് ജനതാദൾ യുണൈറ്റഡ് നേതൃത്വം നൽകുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് NGO യൂണിയന്റെ നേതൃത്വത്തിൽ നവലിബറസത്തിനും വർഗീയതയ്ക്കുമെതിരെ സാംസ്കാരിക പ്രവർത്തകരുടെ ഒത്തുചേരൽ സംഘടിപ്പിച്ചു. ഗായകനും ഗാനരചയിതാവുമായ VT മുരളി പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷം ഹൃദയപക്ഷമാണെന്ന് തിരിച്ചറിയുന്ന കലാപ്രവർത്തകരും സാംസ്കാരിക പ്രവർത്തകരും അത് ജനപക്ഷമാണെന്ന് പ്രഖ്യാപിക്കുന്നതിനുള്ള സന്ദർഭമായി തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നവലിബറസത്തിനും വർഗീയതയ്ക്കുമെതിരെ സാംസ്കാരിക പ്രവർത്തകരുടെ ഒത്തുചേരലാണ് ജില്ലയിലെ പ്രമുഖ കലാകാരന്മാരുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും നിലപാടിലെ ധീരത കൊണ്ട് ശ്രദ്ധേയമായത്. LDF സ്ഥാനാർത്ഥി A വിജയരാഘവന്റെ വിജയം കോഴിക്കോടിന്റെ സാംസ്കാരിക പ്രബുദ്ധത ഉയർത്തിപ്പിടിക്കുന്നതിന് അനിവാര്യമാണെന്ന് ഒത്തുചേരൽ ഓർമ്മിപ്പിച്ചു. ഗായകനും രചയിതാവുമായ VT മുരളി പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. മാധ്യമങ്ങളുടെ നുണപ്രചരണം ഉച്ചാവസ്ഥയിലിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കാലത്തെ കരുതിയിരിക്കണമെന്ന് മുരളി ഓർമ്മിപ്പിച്ചു. KT കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷം വഹിച്ചു. A പ്രദീപ് കുമാർ MLA, ഇബ്രാഹിം വെങ്ങര, വിൻസെന്റ് സാമുവൽ, കുട്ടിയെടുത്തി വിലാസിനി, EM കേശവൻ, ബാബു പറശ്ശേരി, VT സുരേഷ് എന്നിവർ സംസാരിച്ചു. തെരഞ്ഞെടുപ്പ് വാർത്തകൾ കഴിഞ്ഞു. ഇനിയൊരു ഇടവേള. ഇടവേളയ്ക്ക് ശേഷമുള്ള വാർത്തകളുമായി നിഷിത സുരേഷ്. Galaxy made of ABS material. ജനലക്ഷങ്ങൾ ഏറ്റുവാങ്ങിയ കളഭച്ചാർത്ത് സ്ത്രീകൾക്കായി ഒരുക്കുന്നു ഒരു സുവർണാവസരം. കളഭച്ചാർത്തിൽ പങ്കാളികളായിക്കൊണ്ട് പ്രതിമാസം 12,000 രൂപ വരെ വരുമാനം. വിശദ വിവരങ്ങൾക്ക് വിളിക്കുക 04912576 ഓരോ വീട്ടിലും ഇനി കളഭച്ചാർത്തിന്റെ പവിത്രത നിറയട്ടെ.
Galaxy made of ABS material. വാർത്തകൾ തുടരുന്നു. സിറ്റി സെന്റ് ജോസഫ് ഇടവക ദേവാലയത്തിൽ ഔസേപിതാവിന്റെയും സെബാസ്റ്റിനോസിന്റെയും തിരുനാൾ ആഘോഷങ്ങൾ നടന്നു വരികയാണ്. തിരുനാൾ ആഘോഷത്തിന്റെയും ഊട്ടുനേർച്ചയുടെയും ഭാഗമായി നടക്കുന്ന തിരുക്കർമ്മങ്ങൾക്ക് പ്രശസ്ത വൈദികർ കാർമ്മികത്വം വഹിക്കുന്നു. കോഴിക്കോട് സിറ്റി സെന്റ് ജോസഫ് ഇടവകയുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ യോസഫ് പിതാവിന്റെയും വേദസാക്ഷിയായ വിശുദ്ധ സെബാസ്റ്റിനോസിന്റെയും സംയുക്ത തിരുനാളും ഊട്ടുനേർച്ചയും മാർച്ച് 9 മുതൽ 19 വരെ വിവിധ പരിപാടികളോടെ ആഘോഷിക്കുകയാണ്. ആഘോഷമായ ദിവ്യബലിക്കും തിരുനാൾ കൊടിയേറ്റത്തിനും റവറന്റ് ഫാദർ ഡോക്ടർ അലോഷ്യസ് കുളങ്ങര നേതൃത്വം നൽകി. ആദ്യ ദിനം സെന്റ് വിൻസെന്റ് സെന്റ് തോമസ് കുടുംബ യൂണിറ്റുകൾ നേതൃത്വം നൽകി. വാഹനങ്ങളുടെ വെഞ്ചിരിപ്പ്, ദിവ്യബലി എന്നിവ നടന്നു. രണ്ടാം ദിനം ജപമാല ആഘോഷമായ ദിവ്യബലി, നൊവാന എന്നിവ നടന്നു. റവറന്റ് ഫാദർ ജോൺ ജിയോനിൻ ഇടയിടത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സെന്റ് ഫ്രാൻസിസ് അസിസി, സെന്റ് തെരേസ ഓഫ് ആവില, സെന്റ് മേരീസ് കുടുംബങ്ങൾ നേതൃത്വം നൽകി. ചൊവ്വാഴ്ച ജപമാല ആഘോഷമായ ദിവ്യബലി, നൊവാന എന്നിവയ്ക്ക് റവറന്റ് ഫാദർ റെനി ഫ്രാൻസിസ് റോഗ്രിസ് നേതൃത്വം നൽകി. സെന്റ് ആന്റണി, സെന്റ് സെബാസ്റ്റ്യൻ, ബ്ലഡ്സ് മദർ തെരേസ എന്നീ കുടുംബ യൂണിറ്റുകൾ നേതൃത്വം നൽകി. മാർച്ച് 13 വ്യാഴാഴ്ച രോഗശാന്തി ദിനമായി ആചരിക്കും. റവറന്റ് ഫാദർ ജോണി പുതിയാപ്പറമ്പിൽ, റവറന്റ് ഡോക്ടർ അലേഷ്യസ് കുളങ്ങര, റവറന്റ് ഫാദർ വിമൽ ഫ്രാൻസിസ്, റവറന്റ് ഫാദർ ടോണി ഗ്രേഷ്യസ് നവേസ് എന്നിവർ നേതൃത്വം നൽകും. അന്നേ ദിനം രോഗശാന്തി ശുശ്രൂഷയും ബന്ധന പ്രാർത്ഥനയും ശിശുക്കൾക്ക് ചോറൂണും നടക്കും. മാർച്ച് 14 വെള്ളിയാഴ്ച ദിവ്യബലി, കുരിശിന്റെ വഴി, ജപമാല ആഘോഷമായ ദിവ്യബലി, നൊവാന എന്നിവ നടക്കും. റവറന്റ് ഫാദർ പോൾ പേഴ്സി ഡിസെൽവ മുഖ്യ കാർമ്മികത്വം വഹിക്കും. 16 ഞായറാഴ്ച വിശുദ്ധ സെബാസ്റ്റിനോസിന്റെ തിരുനാൾ നടക്കും. ഭവനങ്ങളിലേക്ക് അമ്പെഴുന്നള്ളിപ്പ്, ജപമാല ആഘോഷമായ ദിവ്യബലി, നൊവാന എന്നിവ നടക്കും. കോഴിക്കോട് രൂപത വികാരി ജനറൽ റവറന്റ് മോൻ ഡോക്ടർ തോമസ് പനിക്കൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് റവറന്റ് ഡോക്ടർ ജിൽസൺ പനിക്കലിന്റെ വചന പ്രഘോഷണം നടക്കും. സമാപന ദിനമായ മാർച്ച് 19 ഇടവകയുടെ നാമധേയ തിരുനാളും വിശുദ്ധ യോസഫ് പിതാവിന്റെ ഊട്ടുനേർച്ചയും നടക്കും. കോഴിക്കോട് രൂപത മെത്രാൻ മോസ്റ്റ് റവറന്റ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. പരിശുദ്ധമായ കുർബാനയുടെ ആരാധന, ഡിവൈൻ കൂട്ടായ്മ, കരുണക്കൊന്ത, നേർച്ചഭക്ഷണം, വെഞ്ചിരിക്കൽ എന്നിവ നടക്കും. റവറന്റ് ഫാദർ വിമൽ ഫ്രാൻസിസ് സഹകാർമ്മികത്വം വഹിക്കും. കേരള കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ കൊയിലാണ്ടി ബ്ലോക്കിൽ വിവിധ പഞ്ചായത്തുകളിൽപ്പെട്ട കർഷകർക്ക് തെങ്ങു കയറുന്നതിന് പരിശീലനം നൽകി. കൃഷി വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ രമ്യയുടെ നേതൃത്വത്തിലാണ് പരിശീലന പരിപാടി നടക്കുന്നത്. കേരള കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ കൊയിലാണ്ടി ബ്ലോക്കിലെ കൊയിലാണ്ടി, മൂടാടി, അരുക്കുളം, ചെങ്ങോട്ടുകാവ്, ചേമഞ്ചേരി പഞ്ചായത്തുകളിൽപ്പെട്ട കർഷകർക്ക് തെങ്ങുകയറ്റ് യന്ത്രം ഉപയോഗിച്ച് തെങ്ങു കയറുന്നതിന് പരിശീലനം നൽകി. കൃഷിവകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ രമ്യയുടെ നേതൃത്വത്തിലാണ് പരിശീലനം നൽകിയത്. സ്ത്രീകളടക്കം 60ഓളം പേർ പരിശീലനത്തിൽ പങ്കെടുത്തു. കൂടാതെ കുഴിയെടുക്കൽ, മരം മുറിക്കൽ എന്നിവയുടെ പ്രവൃത്തി പരിശീലനവും നൽകി. കൃഷി ഓഫീസർ അനിത പാലേരി, കൃഷി അസിസ്റ്റന്റുമാരായ രജീഷ് കുമാർ, നാരായണൻ, മെക്കാനിക് സജി കുമാർ എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി. കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസിന്റെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കൊയിലാണ്ടി കൈരളി ഓഡിറ്റോറിയത്തിൽ നടന്ന ക്ലാസ് CI R ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസിന്റെ ആഭിമുഖ്യത്തിൽ ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കൊയിലാണ്ടി കൈരളി ഓഡിറ്റോറിയത്തിൽ നടന്ന ക്ലാസ് CI R ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ വാഹനത്തിനകത്തിരിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന അല്ലെങ്കിൽ നമുക്ക് കിട്ടിയതായി നമ്മൾ കരുതുന്ന ഒരു അമിതമായ ആത്മവിശ്വാസം, യാതൊരു മാന്യതയില്ലാത്ത വണ്ടി ഓടിപ്പാണ് നമ്മളിൽ പലരുടെയും. അപ്പൊ നിങ്ങൾ ചോദിക്കും പോലീസിന്റെ വണ്ടി ഓടിക്കും, ഇപ്പൊ കേരളത്തിലെ ഒരാൾക്ക് ഓടിക്കാൻ പറ്റുന്ന വണ്ടിയുടെ അതിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 70 കിലോമീറ്ററാണ്. 70 കിലോമീറ്ററാണ്. 70 കിലോമീറ്ററിലാണ് അവിടെ വണ്ടി ഓടിക്കുന്നത്. ഇവിടെ പോലീസ് വണ്ടികൾ പോകുന്നത് 70-ലാണോ? ട്രാഫിക് യൂണിറ്റ് SI മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. കൊയിലാണ്ടി AMVI ST ശ്രീനി ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. കുറ്റ്യാടി SI MA സുദർശനകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. SI MV രാജേഷ്, SI രാമചന്ദ്രൻ, EP അനിൽകുമാർ എന്നിവർ സംബന്ധിച്ചു. ഇനി ഉത്സവ വിശേഷങ്ങൾ. മലബാറിലെ പ്രശസ്തമായ കൊയിലാണ്ടി പൊയിൽക്കാവ് ശ്രീ ദുർഗാദേവി ക്ഷേത്രോത്സവം 18, 19 തീയതികളിലായി നടക്കുന്നു. ചൊവ്വാഴ്ച കുളിച്ചാരാട്ട്, ഓട്ടൻതുള്ളൽ, ചാക്യാർകൂത്ത്, പള്ളിവേട്ട, വനമധ്യത്തിൽ പാണ്ടിമേളം, നാഗത്തിനു കൊടുക്കൽ, ദീപാരാധന എന്നിവയും അരങ്ങോലക്കയറ്റം, തൃത്തായംബക, വിളക്കെഴുന്നള്ളത്ത് എന്നിവയും നടന്നു. പരശുരാമ പ്രതിഷ്ഠയുള്ള 108 ദുർഗാദേവി ക്ഷേത്രങ്ങളിലൊന്നാണ് പൊയിൽക്കാവ് ക്ഷേത്രമെന്നാണ് വിശ്വാസം. അറബിക്കടലിന് അഭിമുഖമായ പ്രതിഷ്ഠയുള്ള ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഏറ്റവും പ്രധാനമായ പ്രതിഷ്ഠ ബുധനാഴ്ച നടക്കും. വിവിധ ക്ഷേത്രക്കാരുടെയും ദേശക്കാരുടെയും ആഘോഷവരവുകൾ, എഴുന്നള്ളത്ത്, വെടിക്കെട്ട് എന്നിവയോടുകൂടി ക്ഷേത്രോത്സവം ബുധനാഴ്ച സമാപിക്കും.
വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലോഗോൺ www.jillavartagal.com. കണിയാർ പണിക്കർ ജ്യോതിഷാചാര്യന്മാരെ ദേവസ്വം ബോർഡിലും ട്രസ്റ്റുകളിലും ഉൾപ്പെടുത്തണമെന്ന് പണിക്കർ സർവീസ് സൊസൈറ്റി കണിയാർ ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മെയ് 3, 4 തീയതികളിൽ പണിക്കർ സർവീസ് സൊസൈറ്റി കണിയാർ ട്രസ്റ്റിന്റെ ജില്ലാ സമ്മേളനം കൊയിലാണ്ടിൽ വെച്ച് നടത്തുന്നതോടനുബന്ധിച്ചാണ് ഭാരവാഹികൾ ഇക്കാര്യം ആവശ്യപ്പെട്ടത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ണാടിക്കൽ വാഹന പരിശോധനയ്ക്കിടെ മോഷ്ടാക്കൾ പിടിയിലായത് നിരവധി മോഷണ കേസുകളിൽ പ്രതികൾ. അക്ഷയ കേന്ദ്രങ്ങളുടെ നിലനിൽപ്പിനായി അക്ഷയ പ്രവർത്തകരുടെ കളക്ടറേറ്റ് ധർണ. ലോക പാവനാടക ദിനാഘോഷത്തിന്റെ മുന്നോടിയായി നൂൽപ്പാവകളുടെ പ്രദർശനത്തിന് ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ തുടക്കം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Galaxy made of ABS material.